നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മലയാളത്തിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ശരിയായ പദം കണ്ടെത്തുക. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുകയാണ് ആദ്യത്തെ ചോദ്യം. നോക്കൂ, ഇതിൽ നികുഞ്ചം എന്നെഴുതിയത് മാത്രമാണ് ശരിയല്ലേ? ബാക്കി പദങ്ങളൊന്നും ശരിയായിട്ടല്ല എഴുതിയിട്ടുള്ളത്. ശ്രദ്ധയോടുകൂടി വേണം നമ്മളെന്ത് ശരിയായ പദം കണ്ടെത്തുക എന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാൻ. നമ്മളൊന്ന് ശ്രദ്ധ കൊടുത്തു വേണം ചെയ്യാൻ. ഇവിടെ നികുഞ്ചമാണ് ശരിയായിട്ടുള്ള പദം. ചിലപ്പോൾ നമ്മളോട് ചോദിക്കാറുള്ളത് തെറ്റായ പദം ഏതാണെന്നാണ്. തെറ്റായ പദം ഏത്, ശരിയായ പദം ഏത്, ഇത്തരത്തിൽ 2 തരത്തിൽ നമ്മളോട് ചോദിക്കാം. താഴെ പറയുന്നതിൽ തെറ്റില്ലാത്ത വാക്യമേതാണ്? അതാണ് രണ്ടാമത്തെ ചോദ്യം. ഓരോ വ്യക്തികളും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ വ്യക്തിയും ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ വ്യക്തികൾക്കും ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോരോ വ്യക്തികളും ഇക്കാര്യം ശ്രദ്ധേയമാണ്. ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ളത്? നോക്കിക്കേ, ഓരോ വ്യക്തികളും, അവിടെ തെറ്റല്ലേ? അത് തെറ്റാണല്ലോ. ഓരോ വ്യക്തികളും, അത് തെറ്റാണ്. ഓരോ വ്യക്തികൾക്കും ഇക്കാര്യം, തെറ്റല്ലേ? അവിടെയും തെറ്റാണ്. ഓരോരോ വ്യക്തികളും തെറ്റാണ്. ഇവിടെ ശരി ഏതാണ്? ഓരോ വ്യക്തിയും ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കാട്ടുമനുഷ്യൻ എന്ന പദം വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്നാണ് അടുത്ത ചോദ്യം. കാട്ടുമനുഷ്യൻ, കാടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ, കാട്ടിലുള്ള മനുഷ്യൻ, കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യൻ, കാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യൻ. കാട്ടുമനുഷ്യൻ എന്ന പദം വിഗ്രഹിക്കുമ്പോൾ അതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? കാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണ് എന്ത്? കാട്ടുമനുഷ്യൻ. താഴെ പറയുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? താഴെ തന്നിട്ടുള്ള ഈ 4 ഓപ്ഷൻസിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് നോക്കാം. കനിഷ്ഠൻ, അഗ്രജൻ, ജ്യേഷ്ഠൻ, പൂർവജൻ. ഇതിൽ കനിഷ്ഠനാണ് കൂട്ടത്തിൽ പെടാത്തത്. എന്താണ്? കനിഷ്ഠനാണ് കൂട്ടത്തിൽ പെടാത്തത്. ഇവിടെ എന്തുകൊണ്ടാണ് കനിഷ്ഠൻ എന്ന വാക്ക് കൂട്ടത്തിൽ പെടാത്തത്? അഗ്രജൻ, ജ്യേഷ്ഠൻ, പൂർവജൻ ഇതെല്ലാം മൂത്തയാൾ എന്നുള്ള അർത്ഥത്തിലാണ്. കനിഷ്ഠൻ എന്ന് പറയുമ്പോൾ ഇളയവൻ എന്ന അർത്ഥത്തിൽ വരുന്ന വാക്കാണ്. കൃതജ്ഞത എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? കൃതജ്ഞതയുടെ വിപരീത പദം ഏതാണ്? അജ്ഞത, കൃതജ്ഞം, കൃതജ്ഞത, നിന്ദ്യം. ഇതിൽ കൃതജ്ഞത എന്ന പദത്തിൻ്റെ വിപരീത പദം കൃതജ്ഞത എന്നതാണ്. ലംഘിക്കാനാവാത്തത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപ്പദം ഏതാണ്? ലംഘിക്കാനാവാത്തത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപ്പദം. ഒറ്റപ്പദം ഏതാണ്? അലംഘനീയം, വിലംഘനീയം, ഉല്ലംഘിതാജ്ഞൻ, അജ്ഞാനപരം. ഇതിലേതാണ്? ലംഘിക്കാനാവാത്തത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപ്പദമാണ് അലംഘനീയം. അലംഘനീയം എന്നാൽ ലംഘിക്കാനാവാത്തത്. മാലേയം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? അതാണ് അടുത്ത ചോദ്യം. മാലേയം, മാലേയത്തിൻ്റെ അർത്ഥം എന്താണ്? മാലേയം എന്ന പദത്തിൻ്റെ അർത്ഥം ചന്ദനം എന്നാണ്. എന്താണ്? മാലേയം എന്ന പദത്തിൻ്റെ അർത്ഥം ചന്ദനമാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് മാലേയം എന്ന പദത്തിൻ്റെ അർത്ഥം ചന്ദനമാണെന്ന് പഠിക്കുക. ലംഘിക്കാനാവാത്തത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപ്പദമാണ് അലംഘനീയം. അതുപോലെ തന്നെ കൃതജ്ഞത എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് കൃതജ്ഞത. കനിഷ്ഠൻ എന്നാൽ ഇളയവനെന്നും അഗ്രജൻ, പൂർവജൻ, ജ്യേഷ്ഠൻ ഇതെല്ലാം എന്താണ്? മൂത്തയാൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണെന്ന് മനസ്സിലാക്കുക. കാട്ടുമനുഷ്യൻ എന്ന പദം വിഗ്രഹിക്കുമ്പോൾ കാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യൻ എന്നാണ് അതിനർത്ഥം. പിന്നീട് എന്താണ്? തെറ്റില്ലാത്ത വാക്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ശരിയായ പദം കണ്ടെത്താനായിരുന്നു മറ്റൊരു ചോദ്യം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. വഴിയോരം എന്ന പദം പിരിച്ചെഴുതി സന്ധി നിർണയിച്ചപ്പോൾ ശരിയായത് ഏതാണ്? വഴിയോരം എന്ന പദം പിരിച്ചെഴുതി സന്ധി നിർണയിച്ചാൽ അതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. വഴിയോരം എന്ന പദം പിരിച്ചെഴുതി അതിൻ്റെ സന്ധി നിർണയിച്ചാൽ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? ആഗമസന്ധിയാണ്. അതെന്താണ് വരുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. വഴിയോരം എന്ന പദത്തെ നമ്മൾ പിരിച്ചെഴുതിയിട്ട് സന്ധി നിർണയിച്ചാൽ അത് ഏത് സന്ധിയാണെന്ന് ചോദിച്ചാൽ ആഗമസന്ധിയാണ്. ഇവിടെ വഴിയോരം എന്ന പദം നമ്മൾ പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് വരുന്നത്? വഴി അധികം
ഓരം. വഴി അധികം ഓരമാണെന്ത്? വഴിയോരം. ഇവിടെ എന്താ? ഇവിടെ ഇ എന്ന് പറയുന്ന പുതിയൊരു വർണ്ണമാണ്, അല്ലെങ്കിൽ പുതിയൊരു അക്ഷരമാണ് വന്നത്. അങ്ങനെ പുതിയൊരു അക്ഷരം വരുമ്പോൾ അത് ഏത് സന്ധിയാണ്? അത് ആഗമസന്ധിയാണ്. അപ്പോൾ വഴിയോരം എന്ന പദം പിരിച്ചെഴുതിയാൽ എഴുതിയ ആ വാക്കിൽ സന്ധി നിർണ്ണയിക്കുമ്പോൾ അത് ആഗമസന്ധിയാണ് വരുന്നത്. ചോറിങ്ങും കൂറങ്ങും എന്ന ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ചോറിങ്ങും കൂറങ്ങും എന്ന ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നോക്കാം നമുക്ക്. ചോറിനു വേണ്ടി കൂറ് കാണിക്കുക, ഭക്ഷണം നൽകിയാലേ കൂറുണ്ടാകൂ, ഒരു ഭാഗത്തു നിന്നും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും മറുഭാഗത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക, കൂറുള്ളവർക്കു മാത്രം ചോറ് നൽകുക. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ശരിയായിട്ടുള്ള ഉത്തരം മൂന്നാമത്തേതാണല്ലേ. ഒരു ഭാഗത്തു നിന്നും ആനുകൂല്യം കൈപ്പറ്റുകയും മറുഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ചോറിങ്ങും കൂറങ്ങും എന്ന ചൊല്ല് അർത്ഥമാക്കുന്നത്. അതായത് ഇവിടെ ഓപ്ഷൻ ഡി വരും. 3 ഉത്തരം. ആയം എന്ന പദത്തിൻ്റെ വിപരീത പദം നമ്മൾ ഒരുപാട് ചോദ്യത്തിൽ കണ്ടിട്ടുള്ളതാണല്ലേ. ആയം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? ആയത്തിൻ്റെ വിപരീതം വ്യയമാണ്. ആയത്തിൻ്റെ വിപരീതം എന്താണ്? വ്യയമാണ്. ഉജ്ജ്വലം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് ചോദ്യം. ഉജ്ജ്വലം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ്? ഉത് അധികം ജ്വലം, അതാണ് ഉജ്ജ്വലം. ഉത് അധികം ജ്വലം, അതാണ് ഉജ്ജ്വലം. അപ്പോൾ വഴിയോരം എന്ന പദം പിരിച്ചെഴുതുന്നത് അവിടെ ആഗമസന്ധിയാണ് വരുന്നത്. ചോറിങ്ങും കൂറങ്ങും എന്ന ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഭാഗത്ത് നിന്നും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും മറുഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ്. നമ്മൾ പല മനുഷ്യന്മാരെ പറ്റി പറയുന്നതല്ലേ, അവന് ചോറിങ്ങും കൂറങ്ങും ആണ്, അങ്ങനെ നമ്മൾ പറഞ്ഞ് ഒരുപാട് കേൾക്കാറുള്ളതാണ്. അപ്പം ചോറിങ്ങും കൂറങ്ങും എന്ന ചൊല്ലിൻ്റെ അർത്ഥം ഒന്ന് പഠിച്ചു വെക്കുക. ആയം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത് വ്യയമാണ്. ഉജ്ജ്വലം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഉത് അധികം ജ്വലം ആണ് ഉജ്ജ്വലം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നവം എന്ന പദത്തിൻ്റെ നാനാർത്ഥം കാണിക്കുന്ന പദജോടി കണ്ടെത്തുക. നവം, നവത്തിൻ്റെ നാനാർത്ഥങ്ങൾ വരുന്ന എന്താണ്? നവം എന്നതുകൊണ്ട് പുതുമ എന്നും അതുപോലെ 9 എന്നും അർത്ഥമുണ്ട് നവത്തിന്, അല്ലേ? നവത്തിന് 9 എന്ന എന്താണ് നവാഹം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? അവിടെ 9 എന്ന അർത്ഥമുണ്ട്. നവം എന്നതിന് 9 എന്നും അതുപോലെ പുതുമ എന്നും അർത്ഥമുണ്ട്. അടുത്ത ചോദ്യം, പ്രപഞ്ചമുകുരം എന്നാരംഭിക്കുന്ന ഈ വരികളിൽ മുകുരം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്നാണ്. എന്താണ്? നോക്കാം ഓപ്ഷൻസ്. ഭൂമി, ജലം, കാറ്റ്, കണ്ണാടി. ഇതിൽ മുകുരം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? മുകുരം എന്ന പദത്തിൻ്റെ അർത്ഥം കണ്ണാടി എന്നാണ്. എന്താണ്? മുകുരം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? മുകുരം എന്ന പദത്തിൻ്റെ അർത്ഥം കണ്ണാടി എന്നാണ്. അടുത്ത ചോദ്യം എന്താണ്? കൺജക്ഷൻ എന്നതിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന പദം ഏതാണ്? എന്താണ്? കൺജക്ഷൻ എന്നതിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന പദം ഏതാണ്? ഏതാണ്? മലയാളത്തിൽ ഘടകമാണെന്ത്? കൺജക്ഷൻസ് എന്നതിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന പദം. കൺജക്ഷൻസിന് സമാനമായിട്ട് ഉപയോഗിക്കുന്നത് ഘടകമാണ്. ചിത് അധികം രൂപം, അത് ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ചിത് അധികം രൂപം ചേർത്തെഴുതുമ്പോൾ ചിദ്രൂപമാണ്, അല്ലേ? ചിത് അധികം രൂപം ചേർത്തെഴുതുമ്പോൾ ചിദ്രൂപമാണ്. കളഞ്ഞു എന്ന പദം കളയുക എന്ന ക്രിയാർത്ഥത്തിലല്ലാതെ പ്രയോഗിച്ചത് ഏതിലാണെന്നാണ് അടുത്ത ചോദ്യം. എന്താണ്? കളഞ്ഞു എന്ന പദത്തിനെ കളയുക എന്ന ക്രിയാർത്ഥത്തിലല്ലാതെ പ്രയോഗിച്ചത് ഏതിലാണ്? നോക്കാം. ഓടിക്കളഞ്ഞു, കളഞ്ഞുപോയി, പുസ്തകം കളഞ്ഞു, കളഞ്ഞു കിട്ടിയ പണം. ഇതിലേതാണ്? ഓടിക്കളഞ്ഞു ആണല്ലേ എന്ത്? കളയുക എന്ന ക്രിയാർത്ഥത്തിലല്ലാതെ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ഓടിക്കളഞ്ഞു എന്നതിലാണ്. താഴെ പറയുന്നതിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്ത എഴുത്തുകാരനാരാണ്? ഈ ഓപ്ഷൻസിൽ എസ്.കെ. പൊറ്റക്കാട്, ONV കുറുപ്പ്, OV വിജയൻ, MT വാസുദേവൻ നായർ. ഇതിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്തതാർക്കാ? എസ്.കെ. പൊറ്റക്കാടിന് ലഭിച്ചിട്ടുണ്ട്, ONV കുറുപ്പിന് ലഭിച്ചിട്ടുണ്ട്, MT വാസുദേവൻ നായർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ OV വിജയനാണ് ജ്ഞാനപീഠ പുരസ്കാരം ഈ ഓപ്ഷൻസിൽ ലഭിച്ചിട്ടില്ലാത്തത്.
ഹി ഗേവ് അപ്പ് ദ ഐഡിയ ഓഫ് റൈറ്റിംഗ് എ നോവൽ എന്നതിൻ്റെ ശരിയായ പരിഭാഷ എന്താണ്? എന്താണ് ഹി ഗേവ് അപ്പ് ദ ഐഡിയ ഓഫ് റൈറ്റിംഗ് എ നോവൽ എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഏതാണ്? അയാൾ നോവൽ എഴുതാൻ തീരുമാനിച്ചു. നോവൽ എഴുതുക എന്ന ആശയം അദ്ദേഹം ഉപേക്ഷിച്ചു. നോവൽ എഴുത്തിൽ അയാൾ ഉപേക്ഷ കാണിക്കാൻ തുടങ്ങി. നോവൽ എഴുതാനുള്ള ആഗ്രഹം അയാൾ കൈമാറി. ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ളത്? നോവൽ എഴുതുക എന്ന ആശയം അദ്ദേഹം ഉപേക്ഷിച്ചു. ഹി ഗേവ് അപ്പ് ദ ഐഡിയ ഓഫ് റൈറ്റിംഗ് എ നോവൽ. നോവൽ എഴുതുക എന്ന ആശയം അദ്ദേഹം ഉപേക്ഷിച്ചു. അടുത്ത ചോദ്യം എന്താണ്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഇവിടെ സദസ്യരാണല്ലേ. വൈദ്യർ, ജ്യോത്സ്യർ, പണിക്കർ ഇതൊന്നും അലിംഗ ബഹുവചനമല്ല. ഇവിടെ സദസ്യർ എന്നതാണ് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. ലേഖകൻ എന്ന പദത്തിൻ്റെ സ്ത്രീരൂപം എന്താണ്? ലേഖകൻ എന്ന പദത്തിൻ്റെ സ്ത്രീരൂപം എന്താണ്? ലേഖികയാണ് ലേഖകൻ എന്ന പദത്തിൻ്റെ സ്ത്രീരൂപം. ക്ലിയർ ആയോ? ലേഖകൻ എന്ന പദത്തിൻ്റെ സ്ത്രീരൂപം എന്താണ്? ലേഖികയാണ്. സദസ്യർ എന്നത് എന്താണ്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. ഈ ഓപ്ഷൻസിൽ OV വിജയന് മാത്രമാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്തത്. ഹി ഗേവ് അപ്പ് ദ ഐഡിയ ഓഫ് റൈറ്റിംഗ് എ നോവൽ എന്നതിൻ്റെ ശരിയായ പരിഭാഷ നോവൽ എഴുതുക എന്ന ആശയം അദ്ദേഹം ഉപേക്ഷിച്ചു എന്നതാണ്. അതുപോലെ കൺജക്ഷൻസ് എന്നതിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് ഘടകം. എന്താണ്? കൺജക്ഷൻസ് എന്നതിൻ്റെ സമാന പദമാണ് ഘടകം.